സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച നടക്കുകയാണ്. ട്രഷറി നിയന്ത്രണം മൂലം SC/ST വിഭാഗങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള മെഡലുകൾ പിടിച്ചു വെച്ചിരിക്കുന്നുവെന്ന് പ്രമേയ അവതാരകനായ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. അരപ്പവൻ മെഡലും കാത്തു കഴിയുന്നത് 20,000 പട്ടികജാതി വിദ്യാർത്ഥികളാണെന്നും MLA പറഞ്ഞു. ഈ നിങ്ങളുടെ സംസ്ഥാനമാണല്ലോ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ സ്ഥിതി എന്താ? ഇവിടെ ആന്ധ്രാപ്രദേശിലെ ജീവനക്കാരുടെ ശമ്പളം കൊടുത്തില്ല, അവർക്ക് ജീവനക്കാർക്ക് ആനുകൂല്യം കൊടുത്തില്ല. ടെലിഗ്രാഫ് പത്രം എഴുതി അവിടുത്തെ ക്ലാസ് 4 ജീവനക്കാരും മരമുറിക്ക് പോവുകയാണെന്ന്. അത്തരം ഒരു ഘട്ടത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി അസംബ്ലിക്കകത്ത് നടത്തിയ പ്രസ്താവന ഞാൻ വായിക്കാം സർ. എക്സ്പ്രസിംഗ് ഡീപ് കൺസേൺ ഓവർ ദ സ്റ്റേറ്റ് ഗ്രീൻ ഫിനാൻഷ്യൽ കണ്ടീഷൻ. ഹിമാചൽ പ്രദേശിലെ expressing deep concern over the state grim financial condition. Himachal Pradesh Chief Minister Sukhbir Singh Sukha Thursday announced that he and his chief ministers, parliamentary secretaries, chairpersons and vice chairpersons and board members would defer drawing their salaries and allowances for 2 months. അമൽ ടെനബർബിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, പ്രമേയ അവതരണത്തിന്റെ സമയത്ത് എന്തൊക്കെയാണ് പ്രതിപക്ഷം ഉയർത്തിയ വിമർശനങ്ങൾ? അതിനുള്ള മറുപടികൾ എങ്ങനെ തുടരുന്നു? സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികളൊന്നും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതുമാണ് മാത്യു കുഴൽനാടൻ അടിയന്തര പ്രമേയ നോട്ടീസിൽ പറഞ്ഞു വെച്ചത്. എന്തായാലും ഈ സ്വർണം, അതോടൊപ്പം തന്നെ ബാർ തുടങ്ങിയ മേഖലകളിൽ നിന്നൊക്കെ പിരിഞ്ഞു കിട്ടാനുള്ള നികുതി കൃത്യമായി പിരിക്കാൻ പോലും ഈ സംസ്ഥാനത്തെ ധനവകുപ്പിന് കഴിയുന്നില്ല. അത്രയ്ക്കൊരു പരാജയമായി ധനവകുപ്പ് മാറിയിരിക്കുകയാണ്. എല്ലാ മേഖലയിലുള്ളവരും പ്രതിസന്ധി അനുഭവിക്കുന്നു. പക്ഷേ സർക്കാർ ഈ വിഷയമെല്ലാം ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തി ഒഴിവാകുന്ന പതിവാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകാനുള്ള സഹായം പോലും നൽകാൻ സർക്കാരിനാവുന്നില്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 20,000-ഓളം കുട്ടികളാണ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളാണ്. മെഡലും കാത്ത് സർക്കാർ ഒരു മെഡൽ നൽകുന്നുണ്ടായിരുന്നു, 1/2 പവൻ വീതം മെഡൽ. അങ്ങനെ 20,000 പേർക്കാണ് മെഡൽ കിട്ടാനുള്ളത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 10,000 പവനോളം വരും എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ്റെ ആരോപണം. ആ വിഷയങ്ങളിൽ ഇപ്പോൾ ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ സംസാരം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവും അതിനുശേഷം പിന്നീട് ധനമന്ത്രിയും വിഷയത്തിൽ വിശദമായി തന്നെ മറുപടി പറയും. സംസ്ഥാന സർക്കാരിനെ പിടിച്ചു ഞെരുക്കുന്ന തരത്തിലുള്ള നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഭരണപക്ഷ നിരയിൽ നിന്നും സംസാരിക്കുന്ന നന്ദകുമാർ ജയലാൽ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം. സഭയിൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ്. മധു, ശരി, സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ച തുടരുകയാണ്.